ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒരു പുതിയ വഴിത്തിരിവുണ്ടായത് തന്ത്രിയുടെ അറസ്റ്റോടുകൂടിയാണ്. പക്ഷെ തന്ത്രിയുടെ അറസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ തന്ത്രിയെ പെട്ടെന്ന് തന്നെ കയറി ബാക്കി ഇതുപോലെ ഒരുപാട് ആലോചനയൊന്നുമില്ല. നേരത്തെ മുതലേ തന്ത്രിയുടെ റോളൊക്കെ അതിട്ട് വന്നു കഴിഞ്ഞതാണ്. തന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് എന്നുള്ള ഒരു രീതിയിൽ തന്ത്രിക്കെതിരെ ഈ അലിഗേഷനൊക്കെ വന്നു. ഒരുപാട് പേര് ഇതേപോലെ അതിനെക്കുറിച്ച് ഈ പ്രതികരിക്കുകയൊക്കെ ചെയ്തു. തന്ത്രിയുടെ അറസ്റ്റോടുകൂടി ഇനി എന്തുണ്ടാവും എന്നൊക്കെ. ഒന്നും ഉണ്ടാകാനില്ല. അപ്പോൾ ഇന്നലെ കേരള ഹൈക്കോടതിയിലുണ്ടായ സംഭവം ശ്രദ്ധിക്കേണ്ടതാണ്. ജസ്റ്റിസ് ബദറുദ്ദീൻ അദ്ദേഹം ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ നിശിതമായിട്ട് SIT വിമർശിച്ചു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ. അവരുടെ പോക്ക് ശരിയല്ലെന്നും അവർ ശരിയായ ദിശയിലേക്ക് പോകുന്നില്ല എന്നും ഒക്കെ അദ്ദേഹം വിമർശിച്ചു. അതിൻ്റെ വിമർശനത്തിൻ്റെ അതിൻ്റെ സാധുതയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റിനെക്കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ശരി, ഹൈക്കോടതി തൃപ്തരല്ല ഇങ്ങനെയുള്ള ഈ അന്വേഷണത്തിൽ എന്നുള്ളത് വന്നു കഴിഞ്ഞു. ഇനി ദേവസ്വം ബെഞ്ച് എന്ത് പറയും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഏതായാലും ഈ വിമർശനം നന്നായിട്ട് വന്നു. കഴിഞ്ഞ തവണ ഇതേപോലെ വിമർശിച്ചു കഴിഞ്ഞപ്പോഴാണ് വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തത്. എന്നിട്ടും ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തില്ല. ശങ്കർദാസ് ഇപ്പോൾ ICUവിലാണെന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞത്, ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പിതാവായതുകൊണ്ടാണോ അയാളെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചു. ശരിയല്ലേ? ആർക്കും സംശയം വരും. ഇവരിപ്പോൾ അവിടെ ആശുപത്രിയിലാണെന്നിരിക്കട്ടെ, അയാൾ ചികിത്സ. അപ്പോൾ ഇയാളെ പ്രതിയാക്കിയത് മുതൽ അയാൾ ആശുപത്രിയിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഹൈക്കോടതി പറഞ്ഞത്. ഏതായാലും അതിൽ മെറിറ്റ് പറയുന്നതിൽ കാര്യമുള്ളതാണ്. കാരണം ഇപ്പോൾ ആശുപത്രിയിൽ ഒരാൾ കിടക്കുന്നു. ആശുപത്രിയിൽ പോയി ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് ഒരു തടസ്സവുമില്ല. അയാളെ അറസ്റ്റ് ചെയ്യാം. എന്നിട്ട് അയാളെ ചോദ്യം ചെയ്യാൻ ഒക്കുമെന്നുണ്ടെങ്കിൽ, അതായത് വല്ലതും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ ഡോക്ടേഴ്സിൻ്റെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് ഇയാൾക്ക് സംസാരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സംസാരിച്ചാൽ അപ്പോഴേ തട്ടിപ്പോകുന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അയാളുടെ മൊഴി രേഖപ്പെടുത്താം. അതൊന്നും ചെയ്യുന്നില്ല. അയാൾ ICUവിലോ എവിടെയൊക്കെ കിടക്കുകയാണ്. ഇത് ഞാൻ ചോദിക്കേണ്ട, ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇതുപോലാണോ ഇവർ ചെയ്യുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം പിടിച്ചകത്തിട്ടു, അയാൾ കിടക്കുകയാണ്. എന്തിന്? വലിയ ആളായിരുന്ന വാസുവിനെ പിടിച്ചകത്തിട്ടു. അതിന് മുമ്പ് ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ അവരെ നമ്മൾ കണ്ടതാണ്. 2 പേരെ അവരെയും പിടിച്ചിട്ടു. പിന്നെ ജയശ്രീയെ അറസ്റ്റ് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ അവർ മുൻകൂർ ജാമ്യത്തിനുമൊക്കെ പോയി. അവർ അസുഖക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഇത് വരുമ്പോൾ അങ്ങ് അസുഖം വരും കേട്ടോ. അതുപോലെ ഇത് വന്നു കഴിഞ്ഞാൽ, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാലോ പെട്ടെന്ന് അങ്ങ് ദേഹാസ്വാസ്ഥ്യം വരും. അത് വന്നു കഴിഞ്ഞാൽ നേരെ ആശുപത്രിയിൽ പോയി കിടക്കാം. പക്ഷെ ഇവിടെ തന്ത്രിയുടെ കേസ് വന്നപ്പോൾ തന്ത്രിക്കും ദേഹാസ്വാസ്ഥ്യം ഉണ്ടായെങ്കിൽ പോലും അവിടെ ആശുപത്രിയിലൊക്കെ പോയി പരിശോധിച്ചു, ICUവിലൊക്കെ കൊണ്ടുപോയി നോക്കി, എല്ലാം റെഡിയാക്കി നോക്കിയപ്പോൾ BP, ഹൈപ്പർ ടെൻഷൻ എങ്ങനെയായാലും ഉയരും. കാരണം ഇതുവരെ ഇങ്ങനെ സൂക്ഷിച്ച് നടന്നേക്കുന്ന ആളുണ്ടല്ലോ. ഇതുപോലെ ഒരു സുപ്രഭാതത്തിൽ ജയിലിലാവുമ്പോൾ ഇവർക്ക് BP ഒന്നും താങ്ങാൻ പറ്റത്തില്ല. കുറ്റമല്ല, ആ രീതിയിൽ വളർന്നു വന്നതാണ്. അതുകൊണ്ട് നമ്മളതിന് കുറ്റം പറയുന്നില്ല. ഇനി ഇപ്പോൾ ഈ തന്ത്രിയുടെ പേരിലുള്ള ഈ തന്ത്രിയുടെ റിമാൻഡ് റിപ്പോർട്ട് ഞാൻ വായിച്ചു നോക്കി. അതിനകത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങളെ അതിൽ പറഞ്ഞിട്ടുള്ളൂ, വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ പറഞ്ഞേക്കുന്നതിനകത്ത് ഈ തന്ത്രിക്കെതിരെയുള്ള കേസൊക്കെ നിലനിൽക്കുമെന്നുള്ളത് വേറെ കാര്യം. അത്ര എളുപ്പമൊന്നുമല്ല. ഗൂഢാലോചനയിൽ ഒരു പങ്കാളിയാണ് തന്ത്രി എന്നുള്ളത് സ്ഥാപിക്കാൻ ചിലപ്പോൾ പറ്റിയേക്കും. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് തന്ത്രിയാണെന്നുള്ളത്, രാജീവരാണെന്നുള്ളത് ഏതാണ്ട് വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹം പോയ ഒരു അമ്പലത്തിൽ അവിടുത്തെ ഈ മേൽശാന്തിയായിട്ട് നിന്നിരുന്ന ആളാണ് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നും, അയാളെ അനങ്ങാതെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കീഴ്ശാന്തിയാക്കിയതാണെന്നും 2007 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ ഉണ്ട്. ഇനി ഈ തന്ത്രിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തന്ത്രിയുടെ റോളെന്ന് പറഞ്ഞാൽ തന്ത്രിക്ക് ഈ താന്ത്രിക വിദ്യയിലുള്ള അതിൻ്റെ അഡ്വൈസൊക്കെ കൊടുക്കണം ദേവസ്വം ബോർഡിന്. ദേവസ്വം ബോർഡിന് കൊടുക്കാനേ ഒക്കുള്ളൂ. ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ തന്ത്രി, അല്ലാതെ വേറൊന്നുമല്ല. ദേവസ്വം ബോർഡിൻ്റെ മേളിലൊന്നുമല്ല തന്ത്രി. അപ്പോൾ ഈ തന്ത്രി ഓരോ കാര്യങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ട് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയപ്പോൾ ഉണ്ടല്ലോ, ആ നടയടച്ചിട്ട് അവിടെ പ്രതിഷേധിച്ച ആളാണ് നമ്മുടെ ഈ പറയുന്ന തന്ത്രി. ഇപ്പം നടയടപ്പുമില്ല, ഒന്നുമില്ല. കാരണം ഇതെല്ലാം മോഷിച്ചുകൊണ്ട് പോയി. ഇയാൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത്. അത് നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പം ദ്വാരപാലകരുടെ ശില്പം കൊണ്ടുപോയപ്പോൾ
ഈ തന്ത്രി അരിജ്ഞ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അതായത് തന്ത്രി ദൈവവുമായിട്ട് സംസാരിച്ച് അതിന് ഉള്ള അനുവാദം വാങ്ങി കൊടുക്കുന്നതാണത്. അത് രേഖാമൂലം എഴുതി ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കട്ടിളപ്പാളി കൊണ്ടുപോയപ്പോഴും വാതിൽപ്പാളി, അതായത് പ്രഭാമണ്ഡലത്തിലെ എല്ലാ 6 പാളികൾ അടിച്ചുകൊണ്ട് പോയപ്പോഴൊന്നും ഈ അരിജ്ഞ കൊടുത്തിട്ടില്ല, എഴുതി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഇത് അറിയാൻ വയ്യാത്തതല്ല, എപ്പോഴും അവിടെ കിടന്നതല്ലേ. ഈ 24 മണിക്കൂർ ഈ തന്ത്രി യഥാർത്ഥം ഇവിടെ താമസിക്കേണ്ട കാര്യമില്ല ശബരിമലയിൽ. അത് ശ്രീ രാധാകൃഷ്ണൻ, അതായത് നേരത്തെ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന രാധാകൃഷ്ണൻ ദേവസ്വത്തിലെ അദ്ദേഹം നല്ല അർത്ഥശങ്കയില്ലാത്ത വിധം പറയുന്നത് കേട്ടു. ഈ തന്ത്രിക്ക് ഇവിടെ 24 മണിക്കൂർ താമസിക്കേണ്ട കാര്യമില്ല, ഇവിടെ ആവശ്യമുള്ളപ്പം വന്ന് നോക്കണം. അതിന് വരെ ഇവിടെ പടലം ഇവിടെ കിടക്കുകയാണ്. കാരണം ഇവിടുത്തെ വരുമാനം വേറെ എങ്ങും കിട്ടത്തില്ല. അത് നമ്മൾ ആലോചിച്ചാൽ മതി, കുറ്റമല്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് 24 മണിക്കൂർ കൂടെ കാണും. ഏതാണ്ട് 200 ക്ഷേത്രങ്ങളിലെ താന്ത്രിക വിദ്യ നോക്കേണ്ട ആളാണ് ഈ തന്ത്രി. പക്ഷെ മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ ആളുകളെ അങ്ങ് ഡെപ്യൂട്ട് ചെയ്യും. കാരണം അത് അവിടെ പോയിട്ട് അങ്ങനെയൊക്കെ എന്നിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. ഏതായാലും ഈ തന്ത്രിയുടെ അറസ്റ്റോടുകൂടി ഏതാണ്ട് വലിയ കാര്യങ്ങൾ സംഭവിക്കും എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ ഇന്നലെ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ കോടതിയിൽ ഇത് ഈ അന്വേഷണം എന്ന് തീരും, നിങ്ങൾ കുറ്റപത്രം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, എന്ന് കൊടുക്കും 10 ദിവസം, അതായത് ഇനി 9 ദിവസമേ ഉള്ളൂ. ഇന്നലെ ഒരെണ്ണം ദിവസം കഴിഞ്ഞല്ലോ, 9 ദിവസം. ഈ 9 ദിവസത്തിനകം അന്വേഷണം തീർത്ത് കുറ്റപത്രം കൊടുക്കും എന്നിവർ പറഞ്ഞാൽ ഈ കൊണ്ടുപോയ പാളികളൊക്കെ ഇവിടെ പോയി. ഇവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിനകത്ത് എഴുതി രേഖാമൂലം ഉണ്ട്. ഈ വീണ്ടെടുത്തേക്കുന്ന ഒരു ശകലം സ്വർണ്ണം ഉണ്ടല്ലോ, ഈ 30 കിലോയിൽ നിന്ന് ഒരു അല്പം സ്വർണം വീണ്ടെടുത്തിട്ടുണ്ട്. പങ്കജ് ഭണ്ഡാരി കൊടുത്തേക്കുന്നത് അയാൾ പറ്റിയതാണെന്നും പറഞ്ഞ ഒരു 150 ഗ്രാമും, അതുപോലെ മറ്റിടത്ത് ഏതാണ്ട് 478 ഗ്രാമോ 79 ഗ്രാമോ കണ്ടാണ്, അതായത് ഗോവർദ്ധൻ്റെ ഇന്ന് സീസ് ചെയ്തത്. ഇത് രണ്ടും ഇതിൻ്റെ ഇക്വലൻ ക്വാളിറ്റിയാണെന്ന്, അതായത് ഇവരെ അടിച്ചു മാറ്റിയ സ്വർണത്തിൻ്റെ തുല്യതയുള്ള ക്വാളിറ്റി ഒരു സ്വർണ്ണമാണെന്ന്. അല്ലാതെ ആ സ്വർണ്ണമാണെന്നല്ല. ഇത് ഉരുക്കിയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇത് കൊണ്ടുപോയി മുഴുവൻ അപ്പാടെയും മറിച്ച് വിറ്റതാണ്. ഈ പാളികളായിട്ട് ഇത് ഇളക്കി. ഇപ്പോൾ ദ്വാരപാലകരുടെ പാളി പല വിവിധങ്ങളായ പാളികളാണ്. അത് അടിച്ച് നമ്മൾ കണ്ടില്ലേ, അത് അടിച്ചുറപ്പിക്കുന്നതൊക്കെ ഉറപ്പിച്ച് അതിനകത്ത് സ്ക്രൂ ചെയ്ത് വെക്കും. ഈ സാധനങ്ങളെല്ലാം ഇളക്കിയിട്ട് ഓരോന്നും കൊണ്ടുവച്ചു. വലിയ പണക്കാരുടെയും രാജാക്കന്മാരുടെയൊക്കെ അതുപോലെ തന്നെ വിദേശികളുടെയൊക്കെ അലമാരകളിലെ സസുഖം അതിപ്പോൾ ഇരിക്കുകയാണ്. കാരണം ഇത്രത്തോളം ആൻറ്റിക് വാല്യൂവും ഡിവൈൻ വാല്യൂവും ഉള്ള ഒരു സാധനം കിട്ടത്തില്ല. അയ്യപ്പൻ്റെ മുമ്പിലിരുന്ന സാധനങ്ങളാണ്, എടുത്തുകൊണ്ട് പോകുന്നതിന് നല്ല അത്രയും വിലയാണ്. അതുകൊണ്ട് ഈ സ്വർണ്ണം, ഈ മുക്കാചക്രത്തിൻ്റെ സ്വർണ്ണം ആർക്ക് വേണം? ഇതിൻ്റെ പുറകിൽ ഒരു പട തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ, അതായത് ഇപ്പോൾ ദേവസ്വത്തിൻ്റെ ആളുകളെന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു 2 പ്രസിഡന്റുമാരാണ് ഇപ്പോൾ അകത്ത് കിടക്കുന്നത്, മുൻ പ്രസിഡന്റുമാർ. പത്മകുമാറും അതുപോലെ തന്നെ വാസുവും അകത്ത് കിടക്കാണ്. രണ്ടും CPM-കാരാണ്. അതുപോലെ വിജയകുമാർ ഈ മെമ്പർ, ദേവസ്വം ബോർഡ് മെമ്പറാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ കൊള്ള മറയ്ക്കാൻ ആണ് ഇപ്പോഴത്തെ, അതായത് തൊട്ട് മുമ്പ് അങ്ങോട്ട് പോയ ആളിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ കീഴിലുള്ള ബോർഡും കൂടെ ചേർന്നുകൊണ്ട് ഇത് അഴിച്ചു മാറ്റി ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ കൊടുത്തയച്ചത്. കാരണം നേരത്തെ ഉള്ളത് അതിനെ ലീഗലൈസ് ചെയ്യാൻ വേണ്ടി ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഈ കൊണ്ടുപോയ പാളികളെല്ലാം ഇവർ മറിച്ചു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് പെട്ടെന്ന് പിടുത്തം വീണതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. അവിടെ എനിക്ക് തോന്നുന്നത് ശ്രീ അയ്യപ്പനൊഴികെ ബാക്കി മുഴുവനും ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും അവിടെ ഇരിക്കുന്നത്. അതായത് പാളികൾ അത് വെളിയിൽ വന്നിട്ടുണ്ട്, ദ്വാരപാലക പാളികൾ. അതേപോലെ കാരണം അതിൻ്റെ തൂക്ക വ്യത്യാസം വന്നു, 4.5 കിലോയുടെ വ്യത്യാസം വന്നു. കാരണം പെട്ടെന്ന് ഉണ്ടാക്കിയിരിക്കല്ലേ, മുമ്പോട്ടും പുറകോട്ടും നോക്കിയിരുന്നുകൊണ്ടേ ഇത് പണിയാൻ നോക്കും. കാരണം എപ്പോൾ പോലീസ് വരുന്നത് നോക്കണ്ടേ. അപ്പം അതുകൊണ്ട് 4.5 കിലോയുടെ കുറവ് വന്നിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ആണ് ഈ പരിപാടികൾ നടക്കുന്നത്. തന്ത്രി അറിയാൻ വയ്യൊന്നുമല്ല, തന്ത്രിക്ക് ഇതൊക്കെ അറിയാം. പക്ഷേ തന്ത്രി ഇതിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടോ അതിനെക്കുറിച്ചൊന്നും ഉള്ള എവിഡൻസ് ഒന്നും കളക്ട് ചെയ്തിട്ടില്ല. പിന്നെ 9 ദിവസം കൊണ്ട് ഇവരങ്ങനെ അന്വേഷിച്ച് തീർക്കും. അതുപോലെ ഈ പാളികൾ, കൊണ്ടുപോയ പാളികൾ, മോഷണം പോയ പാളികൾ, അത് കണ്ടെടുക്കണ്ടേ. ഈ കിട്ടിയ സ്വർണം, ഉരുക്കി കിട്ടിയ ശകലം സ്വർണ്ണം എന്ന് പറയുന്നത് ഇവർ ഉരുക്കിയെന്ന് പറഞ്ഞാൽ ഇവർ കോടതി പറയുക നാളെ ഉരുക്കിയെന്ന്. പോലീസുകാർ വന്ന് ബഹളം ഉണ്ടാക്കി സ്വർണം കൊടുക്കണമെന്ന് പറഞ്ഞു, ഞങ്ങൾ സ്വർണ്ണം കൊടുത്ത് പേടിച്ചു എന്നിവർ പറയും. ഇവന്മാരങ്ങനെ പറയുന്നവരാണ്. ഞാൻ ഈ കള്ളന്മാരെല്ലാം കണ്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവർ ഈ പറയുന്ന സ്റ്റാൻഡ്, ഇവരിങ്ങനെ കുറ്റസമ്മത മൊഴി, പ്രതിയുടെ കുറ്റസമ്മത മൊഴിക്ക് എന്താ വില? അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് പ്രസൻസ് ഓഫ് എ മജിസ്ട്രേറ്റ്, ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ റെക്കോർഡ് ചെയ്ത കുറ്റസമ്മത മൊഴിയാണെങ്കിൽ അതിന് ചില പാരാമീറ്റേഴ്സ് ഉണ്ട്, എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അത് വ്യക്തമാക്കിക്കൊണ്ട് എഴുതുന്ന മൊഴിക്ക് മാത്രമേ വിലയുള്ളൂ. അല്ലാതെ ഈ SIT എന്ന് പറയുന്ന സാധനത്തിൻ്റെ മുമ്പിൽ ഇവർ കുറ്റസമ്മത മൊഴി കൊടുത്തു എന്ന് പറയുന്ന ഒരർത്ഥമില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് പറയാൻ കൊണ്ട് ഇടിച്ച് നാശമാക്കിയപ്പോൾ
ഞാൻ പറഞ്ഞ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞെന്ന് പറയും. നാളെ അവൻ പറയാൻ പോകുന്നത് ഇതാണ്. നിങ്ങൾ കണ്ടോളൂ, ഇതാണ് ഈ അന്വേഷണം. അതുകൊണ്ട് ഈ അന്വേഷണം എങ്ങും പോകും നമ്മൾ വിചാരിക്കേണ്ട. ഇനി തന്ത്രിയിൽ മുട്ടി ഇതങ്ങ് നിൽക്കും. ഇതവിടെ വിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെന്താണെന്നറിയോ, പിന്നെ ഇനി അടുത്തത് മന്ത്രിയിലേക്ക് പോകത്തില്ല. അതുകൊണ്ട് ആ പ്രശ്നമൊന്നും വേണ്ട. തന്ത്രി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നേക്കുന്നതെന്ന് പറയും, മന്ത്രിയല്ല. പക്ഷേ മന്ത്രിയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് വളരെ വലിയ അടുപ്പം ഉണ്ടായിരുന്നുള്ളതിൻ്റെ രേഖകൾ ഒരുപാട് പേരുടെ കയ്യിലിരിപ്പുണ്ട്, എല്ലാം ഉണ്ട്. SITക്കും അറിയാം. പക്ഷേ ഇത്തരം മതി, ഇനി കൂടുതൽ വേണ്ട. 3 മാർക്സിസ്റ്റുകാരകത്ത് കിടക്കുന്നില്ലേ, കിടക്കല്ലേ, അവരവിടെ കിടക്കട്ടെ, അത് മതി, ഇനി അവിടെ നിൽക്കാം എന്നുള്ളതായിരിക്കും കാഴ്ചപ്പാട്. അതുകൊണ്ട് ഈ അന്വേഷണം, ഇത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് മന്ത്രി ചെല്ലണം എന്നുള്ളതല്ല, ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ ഇവരന്വേഷിക്കേണ്ടതാണ്. ഒരുപാട് പേരുണ്ട്, ഇതൊരു മന്ത്രിയൊന്നുമല്ല, ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിലുണ്ട്. കാരണം അത്രത്തോളം ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇടപാടാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലാതെ ചില്ലറയല്ല. 30 കിലോ സ്വർണ്ണമല്ല, 30.38 ഗ്രാം സ്വർണ്ണമല്ല, അതായത് 30 കിലോ സ്വർണ്ണമല്ല ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ വന്നേക്കുന്നത് ഈ പൊതിഞ്ഞ ഈ പാടികളുണ്ടല്ലോ, ആ പാടയെ കടത്തിയിട്ടുണ്ട്, അയ്യപ്പൻ്റെ മുമ്പിലിരിക്കുന്നതാണ്. പിന്നെ ഇതേപോലെ തന്നെ ഈ ബാക്കി എത്രയോ സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. തന്ത്രിയുടെ കയ്യിൽ വാജിവാഹനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഏതായാലും തന്ത്രിയുടെ പണമിടപാട് പരിശോധിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. പണമൊക്കെ ഇഷ്ടം പോലെ കാണും, അതിന് സംശയമൊന്നും വേണ്ട. അതേപോലെ ബാക്കിയുള്ളവരുടെ പണമിടപാട് കൂടെ പരിശോധിക്കണം. ഒരുപാട് പേര് വിദേശയാത്ര നടത്തിയിട്ടുണ്ട്, ഇഷ്ടംമാതിരി, ഈ 2019 മുതൽ ഇങ്ങോട്ട്. കാരണം പണം ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, കോടികളല്ലേ മറിയുന്നത്. അതിനെക്കുറിച്ചൊക്കെ ശരിയായിട്ട് അന്വേഷിക്കണം. ആ അന്വേഷണമൊക്കെ അവിടെ നിൽക്കും. കാരണം ഞങ്ങൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തല്ലോ. ഇപ്പം തന്ത്രി വന്നു കഴിഞ്ഞാൽ, അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പം BJPക്ക് അങ്ങ് ഭയങ്കര സങ്കടം. തന്ത്രിയെ എങ്ങനെ അറസ്റ്റ് ചെയ്യും? അതെന്താ തന്ത്രിയെ അറസ്റ്റ് ചെയ്തൂടെ? തന്ത്രിക്ക് മോഷ്ടിക്കാവോ? അത് തിരിച്ചറിയണ്ടേ? ബാക്കി പാവങ്ങളെ മാത്രം അറസ്റ്റ് ചെയ്താൽ മതിയോ? ഇവരെയൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടതല്ലേ. ഇതിന് മുമ്പ് വേറൊരു മഹാനെ നമ്മൾ കണ്ടതാണല്ലോ. എന്തുവാന്ന്, അയാളെ മൊത്തം തുണി അഴിച്ച് നിർത്തി ഫോട്ടോ എടുത്തെന്നും പറഞ്ഞ് വന്നു. അയാളുടെ മാലയും വളയും കാപ്പും എല്ലാം 40 പവനോ കണ്ടായിരുന്നു ഊരിയെടുത്തത്. ഒരു കുപ്രസിദ്ധ കുറ്റവാളിയായ ഒരു സ്ത്രീ, അവരുടെ സംഘം കൂടെ ചേർന്നുണ്ട്. ഇത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവർക്കിത് അതിലുമൊക്കെ വലിയ പ്രശ്നമല്ലേ ഇവിടെ ഇപ്പോൾ. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ അന്വേഷണം ഇവിടെ ഇപ്പം നിലയ്ക്കും. എന്നിട്ട് പറയും ഇനി വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഈ കേസേ നിൽക്കത്തില്ല. ഇനിയിപ്പോൾ അയ്യപ്പനെ അവസാനം നമ്മൾ ശബരിമലയെ ആക്ഷേപിച്ചു എന്ന് ഇവരൊക്കെ പറഞ്ഞില്ലേ, അതിലേക്ക് തിരിച്ചെത്തേണ്ട ഗതികേട് വരും. ഇവരുടെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ ശോഭ കെടുത്താൻ ചെയ്തതല്ല എന്നാണല്ലോ ഈ ആരോപണം വന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എടുത്തുകൊണ്ട് പോയതൊന്നും പ്രശ്നമല്ല. ഇപ്പോൾ അന്വേഷണം ഇവിടെ നിൽക്കും. കാരണം ഇത് മറ്റ് രാഷ്ട്രീയക്കാരിലേക്കൊന്നും ഈ അന്വേഷണം നീളരുത്. അത് ഇന്നത്തെ സർക്കാരിൻ്റെ ആവശ്യമാണ്. ഈ ആവശ്യത്തിൽ മുട്ടി ഇതവിടെ നിൽക്കാനാണ് എല്ലാ സാധ്യതയും. അതുകൊണ്ട് തന്ത്രിയുടെ അറസ്റ്റോടുകൂടി ഏതാണ്ട് ഒരു തീരുമാനമായി എന്നുള്ള ഒരു കരുതലാണ് SIT. പക്ഷേ കാണിക്കുന്നത് ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞതുപോലെ വളരെ വൃത്തികേടാണ് ഇവർ കാണിക്കുന്നത്, അതേ പറയാനുള്ളൂ.